ചില ആൾക്കാരുണ്ട് ഒരു കടയിൽ കയറി വില പേശി ഒരു സാധനം ഭയങ്കര ലോ പ്രൈസിൽ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. നമ്മളാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കും ഇതെങ്ങനെ സാധിക്കുന്നു. ദിസ് ഇസ് ദ ആർട്ട് ഓഫ് നെഗോസിയേഷൻ. ഇത് വാങ്ങാൻ പോകുന്നവനാണോ വിൽക്കാൻ പോകുന്നവനാണോ, നെഗോസിയേഷനിൽ ആർക്കാണോ ആ കഴിവുള്ളത് അങ്ങനെ ആയിരിക്കും ആ ഡീല് നടക്കാൻ പോകുന്നത്. നിങ്ങളൊരു നെഗോസിയേഷന് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? ഒന്ന്, ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടായിരിക്കും. ഒരു സാധനം വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ഇത്ര രൂപയ്ക്കാണെങ്കിൽ ഞാനത് വാങ്ങിക്കും, ഇതിന് മുകളിൽ വന്നാൽ വാങ്ങിക്കില്ല എന്ന ഒരു തീരുമാനം. ഇത്രയും വരെ പോയാൽ എനിക്ക് ലാഭമാണ് എന്ന ഒരു ചിന്ത. ഈ ചിന്തയില്ലാതെ പോകുന്നവർക്കാണ് പലപ്പോഴും മണ്ടത്തരങ്ങൾ പറ്റുന്നത്. രണ്ടാമത്, നമ്മളൊരു ബിസിനസ് ആണെങ്കിൽ ഏത് ലെവൽ ഓഫ് കസ്റ്റമറിനെയാണ് നമുക്ക് വേണ്ടത് എന്നതനുസരിച്ച് നമ്മൾ ആ പ്രൈസ് ഫിക്സ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ആ നെഗോസിയേഷനിലേക്ക് കടക്കാൻ. നിങ്ങൾ ലൂലു മോളിൽ പോയി നിങ്ങൾ സാധനം വാങ്ങിക്കുമ്പോൾ നെഗോഷിയേറ്റ് ചെയ്യില്ല. മറിച്ച് വഴിയിൽ വിൽക്കുന്ന ഒരുത്തന്റെ കയ്യിൽ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും നെഗോഷിയേറ്റ് ചെയ്യും. അവിടെയാണ് പ്ലേസ്മെന്റ് ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് ബ്രാൻഡ് ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്, ഒരു നെഗോസിയേഷന് പോകുമ്പോൾ കഴിവതും കൂടുതൽ ലിസൺ ചെയ്യാൻ ശ്രമിക്കുക, ഒത്തിരി സംസാരിക്കുന്നതിന് പകരം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിനും സർവീസിനും വാല്യൂ ഉണ്ട് എന്ന ബോധ്യം മറ്റേയാളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ പ്രോഡക്റ്റിനെ വിൽക്കുകയും ചെയ്യാം, നല്ല പ്രൈസിനും വാങ്ങിക്കാനും സാധിക്കും.